നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇരുട്ടത്തെ ഇത് കാലായിട്ട് തന്നെ തോന്നും. വെളിച്ചത്തിൽ സ്റ്റിക്കർ ആണെന്ന് മനസ്സിലാവും. അതെ, ഞങ്ങളുടെ മജീഷ്യൻസിന്റെ സീക്രട്സ് പുറത്തു വരാൻ പാടില്ല. എത്തിക്സ് അല്ല. നിന്റെ ഈ മാജിക് കാരണം ഞങ്ങളുടെ എല്ലാം ചങ്ക പടഞ്ഞു. ഇതെന്താ ഇവിടെ അങ്ങോട്ട്. ഇപ്പൊ എല്ലാവർക്കും സത്യാവസ്ഥ മനസ്സിലായല്ലോ. ആ വാ പോവാ. കാല് നോക്കാം. അങ്ങോട്ട് കൂടാ. ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിയേ. ഇപ്പോഴൊന്ന് ആശ്വാസമായത്. ഇനി സമാധാനത്തിൽ നിങ്ങൊന്ന് കഴിക്കാലോ. നീ ഇതുപോലുള്ള മാജിക് ചെയ്യുമ്പോഴേ ഞങ്ങളോടൊന്ന് പറഞ്ഞേക്കണേ. ടെൻഷനായി പോയി. അതെ, എന്റെ ഒരു സംശയം, നിങ്ങളാരും പേടിക്കല്ലേ? ഈ പേടിപ്പിക്കുന്ന കാര്യമില്ലാതെ നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ? ശരി, എന്താ നിന്റെ സംശയം? അതെ, ശരിക്കും ആ പാൽക്കാരൻ പയ്യന്റെ ആത്മാവ് ഇവിടെ ഉണ്ടാവോ? ഇല്ലാത്ത കഥകളെ ഈ മുറിയിൽ ആരും ചർച്ച ചെയ്യണ്ട. അത് ശരിയാ. എന്തിനാ വെറുതെ കഥയില്ലാത്ത കഥയൊക്കെ പറയുന്നത്? കളിക്കുന്ന അവിടെ എന്താ ഒരു വെട്ടം? വെട്ടോ? എനിക്ക് തീയുമായിട്ട് ആരോ പറക്കുന്നു. എന്തേ തീയുമായിട്ട് ആരാ പറക്കുന്നത്? ഇതെന്ത് നടക്കുന്നേ? അനു, ഇത് നിന്റെ മാജിക് ഒന്നും അല്ലല്ലോ. ഇതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഞാനൊന്നുമല്ല. ഇതെന്താ സംഭവം? ഇതുപോരെ, ഇന്നത്തേക്കിത് മതി. അവര് കണ്ടിട്ടുണ്ടാവും. 5 എണ്ണം പേടിച്ച് ജനലിന്റെ കർട്ടൻ ഇട്ട് കാണും. തീപ്പന്തം കണ്ട സ്ഥിതിക്ക് 5 പേരൊന്നും ഉറങ്ങില്ല. നാളെ മോർണിംഗ് കാണാം 5 എണ്ണം പേടിച്ച് പപ്പടം പൊള്ളിയ മുഖമായിട്ട് നിൽക്കുന്നത്. ഇതോടെ അവരാ മുറി ഒഴിയാനാ സാധ്യത. വാ, നമുക്ക് പോയി കിടന്നുറങ്ങാം. നടക്ക്. ഇപ്പൊ തീ കാണുന്നില്ലല്ലോ. കിരണേ, ഞങ്ങള് ശരിക്കും കണ്ടതാണേ ആ തീ. ഇതെന്താ സംഭവം? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്തായാലും ഇത് മാജിക് അല്ല. കിരണേ, നീ ഒന്ന് നോക്കിയത്. മാറങ്ങോട്ട്. നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഒന്നും സംസാരിക്കാനില്ലേ? എന്റെ പൊന്നു കിരണേ, ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. ഒരു കുഴപ്പമില്ല. കുഴപ്പങ്ങളൊക്കെ നിങ്ങൾക്കാ. പിന്നെ എങ്ങനെയാ ആ തീ ഇവിടെ വന്നത്? നീ പറ. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയല്ലോ. ആ തീജ്വാലയുടെ സീക്രട്ട് എന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ. പാതിരാത്രികളിലെ വായില് തീയുമായിട്ട് ചില ഇൻവിസിബിൾ ഫോഴ്സസ് സഞ്ചരിക്കാറുണ്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വായില് തീ, മൊണ്ണം കേട്ടോ അവളുടെ അപ്പൂപ്പന്റെ. നിന്റെയൊക്കെ സംശയം ഞാൻ നാളെ തീർത്തു തരാം. ഇപ്പൊ എല്ലാരും പോയി കിടക്ക്. പോയി കിടക്കാൻ. ഈ കോൾ ആരും ഉപയോഗിക്കാറില്ലെന്ന് തോന്നല്ലേ? വെള്ളം കണ്ട അറിഞ്ഞൂടി. ഈ കുളത്തിലേക്കാ ആ തീ വന്ന് വീണത്. എന്നിട്ട് കുളത്തിൽ വീണ തീജ്വാല എവിടെ കാണുന്നില്ലല്ലോ.